രേണുസുതിയാണേ. അല്ല, KHDC ഫിറോസ് ഇക്ക അങ്ങനെ തന്നെ വിളിക്കാം. ആളൊരു കമന്റ് ഇട്ടല്ലോ, രേണുസുതിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ രേണുസുതി ആ വീട് ഇങ്ങ് തിരിച്ചു തരാൻ. അതെ ഫിറോസേ, ഇക്ക താൻ എന്റെ പേരിൽ വീട് എഴുതി തന്നിട്ടുണ്ടോ? താൻ ഇല്ലല്ലോ. എന്റെ മക്കളുടെ, അതായത് കൊല്ലം സുധിച്ചേട്ടന്റെ 2 ആമക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത്. പിന്നെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും തനിക്കെന്താണ്? തന്നെ ഞാൻ കെട്ടാൻ പറഞ്ഞു, അല്ലെ താൻ എന്നെ കെട്ടാൻ ഞാൻ പറഞ്ഞു? ഇല്ലല്ലോ. പിന്നെ തനിക്ക് എന്താണ് പ്രശ്നം? തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ. ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത്? താൻ അർഹതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് കൊടുത്തത് വീട്. താൻ എന്റെ പേര് രേണുസുതിക്ക് ഒരു വീട് താൻ എഴുതി തന്നോ? ഇല്ലല്ലോ. പിന്നെ എന്ത് കമന്റ് ആണോ താൻ ഇടുന്നത്? അതെ, ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ല, അത് എന്റെ പേഴ്സണൽ കാര്യമാണ്. അത് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല. കേട്ടല്ലോ. രേണുസുതി ഒരു വിധവ, 2 മക്കളുടെ അമ്മ, എന്നാൽ ആയിരങ്ങൾക്കൊരു പ്രചോദനം. ജീവിതം എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെ ആകണമെന്നില്ല. ചിലപ്പോൾ അത് നമ്മളെ തകർക്കും, ചിലപ്പോൾ നമ്മളെ അത് നിലത്തു വീഴ്ത്തും. പക്ഷേ അതിനുശേഷം വീണ്ടും എഴുന്നേൽക്കാൻ ധൈര്യമുള്ളവർക്ക് മാത്രം ജീവിതം ഒരു 2ാം അവസരം നൽകും. ഇതാ അത്തരമൊരു സ്ത്രീയുടെ കഥ, രേണുസുതി. ജനങ്ങൾ ഇന്ന് സ്നേഹത്തോടെ വിളിക്കുന്നു രേണുസുതി. ഒരിക്കൽ രേണു ഒരു സാധാരണ കുടുംബിനിയായിരുന്നു. കലാകാരനായ സുധിയുടെ ഭാര്യ. 2 മക്കളോടുകൂടി ചെറിയ ഒരു വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ആ കുടുംബത്തിന് മറ്റൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം വെച്ചുകൊണ്ട് ജീവിതം മുഴുവൻ മാറ്റിമറിച്ച ഒരു ദുരന്തം. ഒരു വാഹനാപകടത്തിൽ സുധി മരിക്കുന്നു. ഒരു ഭാര്യയുടെ ചിരി അവസാനിക്കുന്ന നിമിഷം, ഒരു അമ്മയുടെ ഭാവിയിൽ പേടി കയറുന്ന നിമിഷം, എല്ലാം തകർന്നു പോകുന്ന നിമിഷം. ഇനി സുധിയില്ല, എന്നാൽ ഉത്തരവാദിത്തങ്ങൾ എല്ലാം രേണുവിന്റെ തോളിൽ. ആ നിമിഷം മുതൽ അവൾ രേണുസുതിയല്ല, 2 മക്കളുടെ കരുത്തായ ഒരു സ്ത്രീ. ഒറ്റക്കായി 2 മക്കളെ വളർത്തുന്ന യാത്ര, ഒരു സ്ത്രീയുടെ യഥാർത്ഥ യുദ്ധം. ബാഹ്യലോകം ഒരു വിധവയെ നോക്കുന്നത് സ്നേഹത്തോടെയല്ല. ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ, 100-ലധികം വരികൾ. എങ്ങനെ പൊരുതി നിൽക്കും? 2 മക്കളെ ഒറ്റയ്ക്ക് വളർത്തണം, ഉപജീവനം എങ്ങനെ? ഈ സമ്മർദ്ദങ്ങൾ സാധാരണ ഒരാളെ തകർക്കും. പക്ഷേ രേണുവിനെ തളർത്തിയില്ല. അവൾ വിങ്ങിപ്പൊട്ടുന്ന രാത്രികൾ ഉണ്ടായിരുന്നു. മക്കൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ തനിച്ചിരുന്നു കരഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. പക്ഷേ രാവിലെ പിറന്നപ്പോൾ വീണ്ടും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും, സ്കൂളിൽ അയക്കേണ്ടി വരും, വീട് നോക്കണം, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ആവശ്യമായ കരുത്ത് അവൾക്കുണ്ടായിരുന്നു. അവൾ തളർന്നു വീണിട്ടില്ല. അതിനു പകരം അവൾ പതിയെ മന്ദഗതിയിൽ ഉറച്ച മനസ്സോടെ സ്വന്തം ജീവിതം പുനഃസ്ഥാപിച്ചു. ഇതിഹാസം പോലെ മാറിയ ഉയർച്ച, ഒരു സാധാരണ സ്ത്രീയെ അസാധാരണമാക്കി മാറ്റിയ കാലം. നാട്ടുകാരും സുഹൃത്തുക്കളും അവളെ രേണു എന്നു മാത്രം കണ്ടിരുന്ന കാലം കഴിഞ്ഞു. ഒരു വിധവയെ സഹതാപത്തോടെ കാണുന്ന സമീപനവും അവസാനിച്ചു. ജനങ്ങൾ അവളെ ആദരിക്കാനും തുടങ്ങി. ധൈര്യം നഷ്ടപ്പെട്ടവർക്കൊരു കരുത്ത് നൽകുന്ന ഒരാളായി അവൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടങ്ങി. ചിരി നിറഞ്ഞ റീൽസ്, ലളിതമായ വ്ളോഗ്സ്, ദൈനംദിന ജീവിതത്തിന്റെ പിടിച്ചുനിൽപ്പിന്റെ ദൃശ്യം. തുടർന്ന് ജനങ്ങൾ ഇവൾ ഫേക്കല്ല, സത്യസന്ധമായ മനുഷ്യൻ എന്ന് മനസ്സിൽ തോന്നിയപ്പോൾ അവൾക്ക് ഫോളോവേഴ്സ് കൂടി, റീച്ച് കൂടി, പ്രചാരം കൂടി. ബിഗ് ബോസ് ജീവിതം മറിച്ചിട്ട ഒരു ടേണിംഗ് പോയിന്റ്. രേണുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുപ്രധാന മാറ്റമായിരുന്നു ബിഗ് ബോസ് വീട്ടിലെ ജീവിതം. ഒരു സാധാരണ വിധവയായ സ്ത്രീ ബിഗ് ബോസിൽ വരുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. പക്ഷേ അവൾ വന്നുവെന്ന് മാത്രമല്ല, ഒരുപാട് ഹൃദയങ്ങൾ സ്വന്തമാക്കി. ബിഗ് ബോസ് ഷോയിൽ അവളുടെ അനുഭവങ്ങൾ, അവളുടെ സംഭവങ്ങൾ, അവളുടെ തുറന്നു പറച്ചിലുകൾ, അവളുടെ ജെന്യുവൻ റിയാക്ഷൻസ് എല്ലാം കേരളം ഒരുപോലെ പിടിച്ചു. അവളുടെ കഥ കേട്ടപ്പോൾ എത്രയോ സ്ത്രീകൾ അവരുടെ കണ്ണുകൾ തുടച്ചു. എനിക്ക് കഴിയും, ആ സ്ത്രീക്ക് കഴിയാമെങ്കിൽ എനിക്ക് കഴിയാത്തത് എന്താണ്? അവളുടെ ജീവിതം കൈവിട്ടവരുടെ മനസ്സിൽ വീണ്ടും ഊർജ്ജം നൽകുന്ന ഒരാളായി മാറി. അവൾ ഷോയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അവളെ കാത്തിരുന്നത് ഒരു പുതിയ ജീവിതം. ഇന്ന് ഒരു സെലിബ്രിറ്റി, ഒരു ഇൻഫ്ലുവൻസർ, ഒരു ഐക്കൺ. ഇന്ന് രേണുസുതി ഒരു പേര് മാത്രമല്ല, ഒരു ബ്രാൻഡ്, ഒരു ഇൻസ്പിറേഷൻ, ഒരു സൂപ്പർ സ്റ്റാർ. വലിയ ഷോപ്പുകൾക്ക് ഉദ്ഘാടനം, ബ്രാൻഡ് പ്രൊമോഷൻസ്, സ്റ്റേജ് പ്രോഗ്രാംസ്, മോട്ടിവേഷണൽ ഇവൻറ്റ്സ്, മലയാളികളുടെ പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ പ്രസൻസ്. അവൾ പോകുന്നിടത്തെല്ലാം ജനങ്ങൾ കൂട്ടം കൂടി വരും. അവളുടെ ഓരോ വീഡിയോയും വൈറൽ, അവളുടെ ഓരോ വാക്കും പ്രചോദനം. അവൾ ആരുടെയും കരുണയിലോ ദയയിലോ ആശ്രയിച്ചുയർന്നിട്ടില്ല. സ്വന്തം കരുത്തിലാണ് അവൾ മുന്നോട്ട് വന്നത്. അവളുടെ ഉയർച്ച മലയാളത്തിലെ സ്ത്രീകൾക്ക് ഏറ്റവും വലിയ പ്രചോദനം. സ്ത്രീകൾക്ക് കഴിയില്ല എന്ന് ആരും പറയരുത്. വീണാലും നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാം. വിധവ എന്നൊരു മുദ്ര, 2 മക്കളുടെ ഉത്തരവാദിത്തം, സാമ്പത്തിക പ്രയാസങ്ങൾ, സമൂഹത്തിന്റെ ചോദ്യങ്ങൾ, ഇവയെല്ലാം താണ്ടി ഇന്നവൾ ആയിരങ്ങൾക്കുള്ള റോൾ മോഡൽ. ഒരു വിധവയായ സ്ത്രീക്ക് വീണ്ടും സ്വപ്നം കാണാനാവുമെന്ന് അവൾ സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചു. രേണുസുതി പറഞ്ഞു, ജീവിതം നമ്മളെ തകർക്കും, പക്ഷെ അതിനുശേഷം എഴുന്നേൽക്കുന്നത് നമ്മൾ തന്നെയാണ്. എനിക്കാവുമെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായും കഴിയും. ഈ കഥ ഒരു സ്ത്രീയുടെ ഉയർച്ച മാത്രമല്ല, ഒരു മാതൃകയുടെ കഥയാണ്, ഒരു കരുത്തിൻ്റെ കഥയാണ്, ഒരു പുനർജന്മത്തിൻ്റെയും വിജയത്തിൻ്റെയും കഥയാണ്.